132 സങ്കീർത്തനത്തിൽ നിന്നുള്ള ചിന്തകൾ ഇതിനു മുമ്പ് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആലയത്തെക്കുറിച്ചുള്ള, തിരുനിവാസത്തെക്കുറിച്ചുള്ള, അവിടുത്തെ നന്മകളെക്കുറിച്ചുള്ള, ദൈവിക അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ശുശ്രൂഷിക്കുന്ന സമയത്ത് പറഞ്ഞ ഭാഗം വേണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആലയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 7ാമത്തെ വാക്യമാണ് അന്ന് ചിന്തിച്ചത്. നാം അവൻ്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് എന്തൊക്കെ ചെയ്യണമെന്ന കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി അന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മറന്നാലും നിങ്ങളൊന്ന് വായിക്കുമ്പോൾ അത് ഓർമ്മ വരും. അതിൽ പ്രധാനപ്പെട്ട പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. പാദപീഠത്തിൽ ചെന്ന് നമസ്കരിക്കണം, ബലത്തിൻ്റെ പെട്ടകമായിട്ട് വരണം, അതുപോലെ നീതി ധരിക്കണം, പുരോഹിതന്മാർ നീതി ധരിക്കണം, ഭക്തന്മാർ ഗോഷ്ഠിരസിക്കുകയും ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് വീണ്ടും ധ്യാനിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇന്ന് ആ സങ്കീർത്തനത്തിൽ തന്നെ മറ്റൊരു വാക്യം എടുത്ത് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 13ാമത്തെ വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 13ാമത്തെ വാക്യം. മതി. യഹോവ സിയോനെ തെരഞ്ഞെടുക്കുകയും അതിൽ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. ദൈവം തെരഞ്ഞെടുത്ത പല കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വേദപുസ്തകത്തിലെ വളരെ പ്രധാനമായി പഠിക്കേണ്ട ചില ചിന്താവിഷയങ്ങളിൽ പെട്ടതാണ് വിളി, തെരഞ്ഞെടുപ്പ്, വീണ്ടെടുപ്പ്, ദത്തെടുക്കൽ. ഇത്രയും കാര്യങ്ങൾ ദൈവമക്കൾ നന്നായി അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കാനായിട്ട് തുടങ്ങേണ്ടത്. ശരിക്കും കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തെരഞ്ഞെടുത്തപ്പോൾ ഉണ്ടായ ചില മാറ്റങ്ങൾ, നമ്മിലുണ്ടായ മാറ്റങ്ങൾ, അങ്ങനെ വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അത് അത്രയും വിശദമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാനുള്ള സമയം നമുക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് മറ്റൊരു സന്ദർഭത്തിലാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരു കാര്യം, കർത്താവ് തിരഞ്ഞെടുത്ത ചില കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, ഇവിടെ പറയുന്നത് കർത്താവ് സിയോനെ തെരഞ്ഞെടുത്തു. ഒരു തിരുനിവാസത്തിന് വേണ്ടി, കർത്താവിൻ്റെ ഒരു ആലയത്തിന് വേണ്ടി ഒരു സ്ഥലം തെരഞ്ഞെടുത്തു. ആ സ്ഥലത്തിൻ്റെ കുന്നുകളും അതിൻ്റെ മനോഹാരിതയെ നോക്കിയിട്ടല്ല തെരഞ്ഞെടുത്തത്. അവിടുത്തെ ചാതുര്യ ഭംഗികളൊന്നും കണ്ടിട്ടല്ല കർത്താവ് അതിനെ തെരഞ്ഞെടുത്തത്. അവിടുത്തെ ജനങ്ങളെ നോക്കിയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ദൈവമക്കളെ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ചില കാര്യങ്ങളുണ്ട്, ദൈവം തെരഞ്ഞെടുത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ദൈവം തെരഞ്ഞെടുത്തത് ആലയം തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ആലയത്തിൽ ശുശ്രൂഷിപ്പാനായിട്ട് ഒരു വിഭാഗത്തെ തെരഞ്ഞെടുത്തു. ലേവ്യരെ തെരഞ്ഞെടുത്തു. ലേവ്യരെ ദൈവം തെരഞ്ഞെടുത്തു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന സമയത്ത് നമുക്കറിയാം, അവൻ ചില ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് നമുക്കറിയാം. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പം ഒന്ന് തൊട്ട് പറയുന്നുള്ളൂ. പിന്നെ നമുക്കറിയുന്ന ഏറ്റവും വലിയ കാര്യം, ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. കർത്താവിന്റെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. നമുക്ക് പരിചയമുള്ള വാക്യമാണ് 2 പത്രോസ് 1:10 വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ, വളരെ കരുതലോടെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് കർത്താവിന്റെ വിളി, തെരഞ്ഞെടുപ്പ് എന്ന വിഷയങ്ങൾ. അത് നമ്മൾ വളരെ ഓർക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തതെന്നുള്ളതിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് ദൈവം തെരഞ്ഞെടുത്തത്, തെരഞ്ഞെടുക്കാൻ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയാനായിട്ട് താല്പര്യമുണ്ട്. എല്ലാം ചുരുക്കമായിട്ടേ പറയുന്നുള്ളൂ. അതിൻ്റെ ഒരു തൊടുകുറിയായിട്ട് പറയുക എന്നൊക്കെ പറയും. പണ്ട് കാലത്തെ ഭാഷന്മാരൊക്കെ പറഞ്ഞിരുന്ന കമ്പിവാചകം പോലെ പറയാമെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് ടെലിഗ്രാമിനെ പറ്റി ഒന്നും അറിയാത്ത കാരണം അങ്ങനെ സംവിധാനം തന്നെ ഭൂമിയിലില്ല ഇപ്പോൾ. അതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്നാലും നമുക്കറിയാം, വളരെ ഹ്രസ്വമായി ഞാനൊന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഡ്യൂട്ടോണമി ചാപ്റ്റർ 7 വേഴ്സ് 7 and 8 അവിടെ പറയുന്നത്, ദൈവം ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തു. അപ്പോൾ അതിനോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ സംഖ്യയിൽ, അത് നിങ്ങളുടെ വലിപ്പം കണ്ടിട്ടോ നിങ്ങളുടെ ഗുണമേന്മ കണ്ടിട്ടോ ഒന്നുമല്ല ഞാൻ തിരഞ്ഞെടുത്തത്. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ യോഗ്യത നോക്കിയിട്ടല്ല, നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല ദൈവം തിരഞ്ഞെടുത്തത്. പിന്നെ എന്താ? നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ. കാരണം പറയുക, എന്തുകൊണ്ടാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? റീസണാ പറയാനുള്ളത്, മെയിനായിട്ട് റീസൺ എന്താ പറയാനുള്ളത്? ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട്. നമ്മുടെ യോഗ്യതയൊന്നും ഇല്ലെന്നാ പറയുന്നത്. നമ്മുടെ യോഗ്യതയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആരും തിരഞ്ഞെടുക്കില്ല. ഇപ്പം നമുക്കറിയാം, ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ക്യാബിനറ്റ്
മിനിസ്റ്റേഴ്സിന് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ നോക്കിയിട്ട് അവർ തിരഞ്ഞെടുക്കുക, യോഗ്യതയുള്ളത് നോക്കി എടുക്കുക. എന്നാൽ എൻ്റെ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. ഒറ്റ റീസണേ വെച്ചുള്ളൂ, കർത്താവ് സ്നേഹിക്കാൻ തീരുമാനിച്ചു. ആ സെലക്ഷനിൽ പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ഈ കിട്ടിയ നന്മ. എന്താ തെളിവ് ഞാൻ പറയാം. 1 കൊരിന്ത്യർ 1:27 പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത്. അപ്പൊ നമ്മുടെ 2 യോഗ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനവും ഇല്ല, ബലവും ഇല്ല. മറ്റു പലരും വെച്ച് നോക്കുമ്പോൾ അവരുടെ അത്ര ബുദ്ധിയും ജ്ഞാനവും നമുക്കില്ല. നമ്മൾ വെറുതെ അഹങ്കരിച്ച് പറയാം നമ്മളേത് കേമന്മാരാണ്. നമ്മൾ കേമന്മാരായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പെടില്ലായിരുന്നു. നമുക്ക് എന്ത് ശക്തിയും പണത്തിന്റെ സ്വാധീനവും കൊഴുപ്പും എല്ലാം ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്, തെറ്റുപറ്റി. അങ്ങനെയാണെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കില്ലായിരുന്നു. ഇതൊന്നും ഇല്ലാതെ കണ്ടിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നതുകൊണ്ട്, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തെങ്കിലും കാണും, അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. അവരിൽ നിന്ന് നമ്മൾ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ, നമ്മിൽ ഒരു നന്മയും കാണാതെ, നമ്മിലെ ഒരു ശ്രേഷ്ഠതയും കാണാതെ നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പിന്നിലുള്ളതെന്ന് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര പേർക്ക് അത്ര ആഗ്രഹമുണ്ട്, കർത്താവേ അങ്ങനെ തെരഞ്ഞെടുത്തല്ലോ, അങ്ങനെ തെരഞ്ഞെടുത്തല്ലോ. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഒന്നാമത് ചിന്തിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് വേദഭാഗത്തിലേക്ക് വരികയാണ്. സിയോനെ തെരഞ്ഞെടുത്തു, ദൈവം സിയോനെ തെരഞ്ഞെടുത്തു. തന്റെ നിവാസമാകേണ്ടതിന് വേണ്ടി സിയോനെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്തതുകൊണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ സങ്കീർത്തനത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ 14 വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണാനായിട്ട് കഴിഞ്ഞു. അത് എന്നേക്കും എൻ്റെ വിശ്രമം ആകുന്നു, ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വസിക്കുന്നു. ദൈവം തെരഞ്ഞെടുത്താൽ എന്തിനാ അത് അവിടെ ദൈവം വസിക്കും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം എന്തെങ്കിലും തെരഞ്ഞെടുത്താൽ അത് പിന്നെ ദൈവത്തിൻ്റെന്ന് അറിയും. ശലോമോൻ ഒരു ആലയം പണിതു, മനോഹരമായ ഒരു ആലയം പണിതു. അത് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് പിന്നെ ശലോമോന്റെ ആലയമല്ല, അത് ദൈവത്തിന്റെ ആലയമായി മാറി. മനസ്സിലായോ? അപ്പൊ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു. നാം അവന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാം താങ്കൾക്കുള്ളവരല്ല, നാം ദൈവത്തിന്റെ വകയായി മാറുകയാണ്. ദൈവത്തിന്റെ വകയായി മാറിയാൽ ദുഷ്ടന് പിന്നെ തൊടാൻ പറ്റുമോ? ഒരു ദുഷ്ട അന്ധകാരത്തിന് തൊടാൻ പറ്റില്ല. നമുക്കാണ് ജയം, നമുക്കാണ് ജയം. ഇത് ദൈവത്തിന്റെ വകയാന്ന് പറഞ്ഞാൽ അതിന്റെ 7 അയലത്ത് ഒരു ദുഷ്ട അന്ധകാരവും വരില്ല. അത്ര വലിയ പ്രൊട്ടക്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, ദൈവം എന്നെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം വസിക്കാൻ ഇഷ്ടപ്പെട്ട് ദൈവം എന്നിൽ വസിക്കുകയാണ്. നാം ദൈവത്തിന്റെ മന്ദിരമായി മാറി, ദൈവത്തിന്റെ മന്ദിരമായി മാറി. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നാം നമ്മുടെ ഹൃദയമൊക്കെ ഒന്ന് മാറി. ഇപ്പൊ അതെന്താ അറിയണം? ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ മന്ദിരമാകണമെന്നാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നത്, അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദൈവോടെ വസിക്കും. ദൈവം വസിക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തെയും ദൈവം എങ്ങനെ അനുഗ്രഹിക്കും? ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും. അതിലെ ആഹാരം എന്നും കൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫുഡിന് പോലും ക്ഷാമമില്ലാത്ത വിധത്തിൽ ഒരു സമൃദ്ധിയുടെ അനുഗ്രഹം, സമൃദ്ധിയായി അനുഗ്രഹിക്കും. അടുത്തത് പറയുന്നത്, അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. ഓ, കർത്താവ് എന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് എനിക്ക് തൃപ്തിയുണ്ടോ? ഓ യെസ്. എനിക്ക് പറയാനുള്ളത്, മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയുന്നത്, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റില്ലേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. കാരണം നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാനാണ് പിശാചായവൻ ശ്രമിക്കുന്നത്. കഷ്ടത, പട്ടിണി, ആപത്ത്, വാള് എല്ലാം വന്നിട്ട് നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ശ്രമിക്കുക. എന്നാൽ അപ്പോസ്തലൻ പറഞ്ഞ പോലെ പറയണം, ഇതൊന്നും എന്നെ വേർപിരിക്കാൻ കഴിയില്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഇതിനെ കൊണ്ടൊന്നും കഴിയില്ലെന്ന് പറയുന്ന ആ ഒരു വലിയ സ്നേഹം നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ അതിന് കാരണം എന്താ? നാം അനുഭവിച്ച നന്മയാ. അവൻ നമ്മെ തെരഞ്ഞെടുത്തപ്പോ അവൻ നമ്മുടെ കൂടെ വസിക്കാൻ തുടങ്ങി, നമ്മെ അനുഗ്രഹിക്കാൻ തുടങ്ങി, സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ തുടങ്ങി, നമുക്ക് തൃപ്തി വരുത്താൻ തുടങ്ങി. അവിടെ പറയുന്നു, രക്ഷ ധരിപ്പിക്കുന്നു. അടുത്തത് രക്ഷ ധരിപ്പിക്കുന്നു. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ കാണാം, ഒരു കൊമ്പും മുളപ്പിക്കും. കൊമ്പ് മുളപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികാരം ലഭിക്കുന്ന അർത്ഥം. അധികാരങ്ങൾ ദൈവം നൽകും. ചില അധികാരം തന്നിരിക്കുക. രോഗത്തിന്മേൽ നമുക്കൊരു അധികാരം തന്നിരിക്കുക, പാപത്തിന്മേൽ നമുക്കൊരു ജയം തന്നിരിക്കുക, പൈശാചിക ശക്തികളുമേൽ നമുക്ക് ജയം തന്നിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, എന്നെ തെരഞ്ഞെടുത്തപ്പോൾ, കർത്താവേ, അങ്ങ് എന്നെ തെരഞ്ഞെടുത്ത് അങ്ങയുടെ നിവാസമാക്കി മാറ്റിയപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന നന്മകൾ എന്നിൽ നിറഞ്ഞു നിൽപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്ന ദിവസമായിട്ട് മാറണം. അടുത്തതാണ് താഴോട്ട് വായിക്കുന്നുണ്ട്, ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. അഭിഷക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഗ്ലോറി. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായി മാറുകയാണ്. നാം ലോകത്തിന്റെ ആ വലിയ ദീപം നമുക്ക് വേണ്ടി ദാവീദിന് ദൈവം കൊടുത്തിരുന്നെങ്കിൽ
അത് കുറച്ചുപേരെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ, കുറച്ചുപേരെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഒരു വെളിച്ചം പകരപ്പെടുകയാണ്, ഒരു ആത്മീക വെളിച്ചം പകരപ്പെടുകയാണ്, ഒരു ആത്മീക ശക്തി അവരിലേക്ക് പകരപ്പെടുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ! അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്തതൊന്നും കൂടെ ലാസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്, തലയിലെ കിരീടം ശോഭിക്കുന്നു പറയുന്നത്. അവന്റെ തലയിൽ കിരീടം ശോഭിക്കുന്നു. നമ്മുടെ പ്രത്യാശ അതാണ്. ദൈവം തെരഞ്ഞെടുത്തവന്റെ തലയിൽ ഒരു കിരീടം വെക്കാൻ പോകുന്നുണ്ട്. ആണോ? ദൈവം തെരഞ്ഞെടുത്തവന്റെ തലയിൽ അവസാനത്തോളം നമ്മൾ ദൈവവിശ്വാസത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു കിരീടത്തിന്റെ പേരാണ് ജീവകിരീടം. ജീവകിരീടം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ജീവകിരീടം പ്രാപിക്കും. ഇതാർക്കാ കിട്ടാൻ പോകുന്നത്? ദൈവം സ്നേഹിച്ച് തെരഞ്ഞെടുത്തവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ദൈവം സ്നേഹിച്ച് ഒരു ആലയത്തെ തെരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇനി രണ്ടാമത്, ആലയത്തെ ശുശ്രൂഷിപ്പാൻ ലേവ്യരെ തെരഞ്ഞെടുത്തു. ലേവ്യരെ തെരഞ്ഞെടുത്തു. 1 ദിനവൃത്താന്തം 15:2 വായിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 15:2 വായിക്കുന്നു. എന്തിനാ ആലയത്തിലേക്ക് ശുശ്രൂഷിപ്പാനായിട്ട് ലേവ്യരെ തെരഞ്ഞെടുത്തത്? 2 കാര്യങ്ങൾ അവർ ചെയ്യണം. 1, പെട്ടകം ചുമക്കണം. 2, എന്നും ശുശ്രൂഷ ചെയ്യണം. എന്നും ശുശ്രൂഷ ചെയ്യണം. അപ്പൊ ദൈവം തെരഞ്ഞെടുത്തതിന്റെ ഒരു ലേവ്യർ എന്ന കണക്കില് നമ്മളിപ്പോ ആരാ? ലേവ്യരാണോ? രാജകീയ, നമ്മൾ തെരഞ്ഞെടുത്തത് രാജകീയ പുരോഹിത വർഗമായിട്ട് അവൻ തെരഞ്ഞെടുത്തുന്ന അപ്പോസ്തലനായ പത്രോസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ചൊരു മകൻ സത്യ. അപ്പൊ നമുക്കൊരു ഡ്യൂട്ടി തന്നിരിക്കുക. എന്തിനു തെരഞ്ഞെടുത്ത ഡ്യൂട്ടി? പെട്ടകം ചുമക്കണം. പെട്ടകം എന്താ? പെട്ടകം ഇന്ന് നമുക്കറിയാം, ക്രിസ്തു ആണ് പെട്ടകം. ക്രിസ്തുവിനെ വഹിക്കുന്നുണ്ടോ നമ്മൾ? ഇങ്ങനെ ക്രിസ്തുവിനെ വഹിക്കുക, ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നമ്മിലുണ്ടാകണം. ക്രിസ്തുയേശുവിന്റെ ആ ഭാവം തന്നെ വേണം. എങ്ങനെയാണ്? തന്നെ ശകാരിച്ചവരോട് പകരം ശകാരിക്കാതെ, ഭീഷണം പറയാതെ. പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ അത് വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. നമുക്കറിയാം, ഒരു മോഡലായി നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്ന രീതിയിലേക്ക് നമ്മൾ പെട്ടകം ചുമക്കുന്നവരായി മാറണം. നമ്മളിപ്പോ ചുമക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? പാപഭാരം ചുമക്കുകയാണ്, ലജ്ജ ചുമക്കുകയാണ്, നിന്ന ചുമക്കുകയാണ്, അപമാനം ചുമക്കുകയാണ്. ഇതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് പെട്ടകം ചുമക്കുന്നവരായി മാറി നമ്മുടെ തോളിൽ ക്രിസ്തു ആകുന്ന പെട്ടകം ഒന്ന് വഹിക്കട്ടെ. നമ്മെ കാണുന്നവർ നമ്മുടെ പ്രശ്നങ്ങളൊന്നും കാണാതെ അവർ നമ്മി വസിക്കുന്ന ദൈവകൃപ കാണുന്ന. ബർന്നബാസ് അന്ത്യോക്യയിലേക്ക് പോയപ്പോ അവിടെ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു വായിക്കുന്നത്. അവിടെ മറ്റൊന്നുമല്ല കണ്ടത്, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. നമ്മുടെ പോരായ്മകളോ നമ്മുടെ കുറവശങ്ങളോ ഒന്നുമല്ല കാണാൻ പോകുന്നത്, ദൈവകൃപ കാണുന്ന രീതിയിലേക്ക് നമുക്ക് അവനെ വഹിക്കാം. അടുത്തത് നമ്മൾ മറന്നു പോകരുത്, എന്നും ശുശ്രൂഷിക്കണം, എന്നും പ്രാർത്ഥന നടത്തണം, എന്നും യാഗം കഴിക്കണം. സന്ധ്യായാഗം മാത്രം പോരാ, പ്രഭാതയാഗവും വേണം. പ്രഭാതയാഗവും വേണം, സന്ധ്യായാഗം വേണം. വേണ്ടേ? വേണം. നമ്മുടെ ചുമതലയാണ്. ഞാൻ അത്രയും പറഞ്ഞ് അവിടെ വിടുകയാണ്. ഇനി നമ്മെ തെരഞ്ഞെടുത്തതിനെ കുറിച്ചൊന്ന് പറയണ്ടേ? നമ്മെ തെരഞ്ഞെടുത്തു. എഫ് ലേഖനം 1:4-5 വാക്യങ്ങളാണ് വായിക്കുന്നത്. എഫ് ലേഖനം 1:4-5. എഫേസ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4 and 5. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഗതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടത്. അപ്പൊ നമ്മെ തെരഞ്ഞെടുത്തതിന് ദൈവത്തിന് 2-3 ഉദ്ദേശങ്ങളുണ്ട്. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. 1, നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. 2, നിഷ്കളങ്കരായി ജീവിക്കണം. 3, ദത്തെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മകൻ എന്ന പദവി നമ്മൾ അലങ്കരിക്കണം. പുത്രത്വത്തിന്റെ ശക്തി നമ്മിലൊന്ന് കാണണം. ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം പറയുന്നത്. ഇനി 4ാമത്തെ കാര്യത്തിലേക്ക് പറയാം. ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് അതൊന്ന് വായിക്കണേ. മർക്കോസിന് സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. പിന്നെ അവൻ മലയിൽ കയറി ശിഷ്യന്മാരെ വിളിച്ചതിന് ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാനും നീയും യേശുവിന്റെ ശിഷ്യനാണെങ്കിൽ സ്തോത്രം,
നമ്മുടെ ഉത്തരവാദിത്തം പറയാം, എന്തിനെ വിളിച്ച് തെരഞ്ഞെടുത്തെന്ന് പറയുകയാണ്. ഒന്ന് വിളിക്കാൻ കാരണം പറയാ, കർത്താവിന് ബോധിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വിളിച്ചു. കർത്താവിന് ബോധിച്ചു. എന്താ ബോധിച്ചേ? എങ്ങനെയാ ബോധിച്ചേ? അവരെ അടുക്കൽ വിളിച്ചു. ബോധിച്ചവരെ അടുക്കൽ വിളിച്ചെന്ന് പറഞ്ഞാൽ വല്ല ഭാഷ മനസ്സിലായോ? എല്ലാവരും ദൈവത്തിന് ബോധിക്കില്ല എന്നർത്ഥം. എല്ലാവരും ബോധിക്കുമോ? ഇല്ല. യേശുവിന്റെ അടുക്കൽ വരുന്നവരെ ദൈവത്തിന് ബോധിക്കുള്ളൂ. നമ്മുടെ യേശുവിന്റെ അടുക്കലാണോ ലോകത്തിന്റെ അടുക്കലാണോ? ഇതൊന്നുമല്ല. നമ്മൾ പിശാചിന്റെ പ്രിയപ്പെട്ടവരായിട്ട് മാറിയേക്കുക. കർത്താവിന് ഇഷ്ടപ്പെടില്ല. കർത്താവിന് ബോധിക്കണമെങ്കിൽ നാം അവന്റെ അടുക്കൽ വസിക്കുന്നവരാകണം. കർത്താവിനോട് ചേർന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നമ്മെ ബോധിക്കും. അങ്ങനെ ബോധിച്ചാൽ അവൻ നമ്മെ വിളിച്ചു. എന്നെ വിളിക്കണമെന്ന് അറിയോ? പ്രസംഗിക്കാൻ എല്ലാവരും വിളിച്ചേണെന്ന്. പക്ഷേ പ്രസംഗിക്കാൻ എല്ലാവരും പ്രസംഗിക്കാൻ പോവുക. റെഡിയാ, എല്ലാവരും പ്രസംഗം. ഞാനും എല്ലാവരും പ്രസംഗം. ഇവിടെ പറഞ്ഞവരെ എല്ലാവരും പ്രസംഗിക്കാൻ റെഡിയാ. ഒരു പ്രസംഗിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗിക്കാനൊക്കെ കൊള്ളാം, എല്ലാ ശുശ്രൂഷയും ചെയ്യാം. പക്ഷെ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അവിടെ ചെയ്യേണ്ട കാര്യം പറഞ്ഞിരിക്കുക. അവൻ അവന്റെ അരികെ വന്നു. അവർ അവന്റെ അരികെ, നമ്മൾ ദൈവത്തിന്റെ അരികെ വന്നു പറഞ്ഞ ക്ലോസ് റിലേഷൻസ് ആരുമായിട്ട് വേണം? കർത്താവുമായിട്ട് ക്ലോസ് റിലേഷൻ ഇല്ലാത്തവർ പ്രസംഗിക്കരുത്. കർത്താവുമായിട്ടൊരു ക്ലോസ് റിലേഷൻ എനിക്കുണ്ട്. മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായി എൻ്റെ യേശുവിനോട് എനിക്കൊരു പ്രിയവും സ്നേഹവും ഉണ്ട്. ആത്മീകമായി ഞാൻ പിന്മാറ്റത്തിലാണെങ്കിൽ പ്രസംഗിക്കാൻ നടക്കല്ലേ. നിങ്ങൾ പ്രസംഗിച്ചാൽ മറ്റുള്ളവരും കൂടെ പിന്മാറ്റത്തിൽ പോകും. എനിക്കൊരു ആത്മീയ ഉണർവില്ലെങ്കിൽ ഞാൻ പ്രസംഗം നിർത്തും. എന്നാന്ന് വെച്ചാൽ അന്ന് ഞാൻ പ്രസംഗം നിർത്തിയിരിക്കും. ഞാനത് എപ്പോഴും തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇത് ആയുഷ്കാലം മുഴുവൻ പ്രസംഗിക്കുന്നതല്ല. മറ്റുള്ളവരെ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ഞങ്ങളും പോയിരുന്നു എന്ന് പറഞ്ഞ് പിന്നാലെ പോരും. നമ്മൾ പിന്മാറിപ്പോയാലുള്ള കുഴപ്പമില്ല. ലോകത്തിലേക്ക് ആരെ ഇറക്കിക്കൊണ്ടുപോകാതിരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ പറയാണ് അരികെ വന്നു. എന്നിട്ട് പറയാണ് അപ്പോൾ കർത്താവുമായിട്ട് ക്ലോസ് റിലേഷൻ വേണം. രണ്ടാമത്തെ അടുത്ത കാര്യം, തന്നോടുകൂടി ഇരിപ്പാനും. ഇരിക്കാറുണ്ടോ? തിരുസന്നിധിയിൽ ഇരിക്കാതെ, വചനവുമായിട്ട് ഇരിക്കാതെ എനിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തീരുമാനിച്ചാൽ പ്രസംഗം ആവില്ലെന്ന്, പ്രസംഗിക്കരുതെന്ന്. മനസ്സിലായോ? പ്രസംഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പ്രിക്കോഷൻ എടുത്തേ വെച്ചോളൂ. എന്താ പ്രിക്കോഷൻ? തന്നോടുകൂടി ഇരിക്കണം, സമയം സ്പെൻഡ് ചെയ്യണം. ഒരു ഭക്തൻ പറഞ്ഞത് 5 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്നാൽ 5 മിനിറ്റ് പ്രസംഗിക്കാം. ഇതാണ് എൻ്റെ ഒരു കണക്ക് പറയുന്നത്. ഒരു 5 മണിക്കൂർ ഇരുന്നാൽ 5 മിനിറ്റ് പ്രസംഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വായ തോന്നിയതെല്ലാം പറയാം. ആർക്കും പ്രയോജനപ്പെടില്ല, അതിന് ശക്തി ആവരിക്കില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു പ്രസംഗിക്കുന്നവരൊക്കെ കൊള്ളാം, പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? അവർ എന്നോടുകൂടി ഇരിക്കാൻ പഠിക്കണം. ആദ്യം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. അടുത്തത് തന്നോടുകൂടി ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന്. ഇനിയാണ് പ്രസംഗം. അപ്പൊ കർത്താവിനോട് കൂടി ഇരുന്നവർക്ക് പ്രസംഗിക്കാം. ആ പ്രസംഗം കൊണ്ട് അവിടെ തീരില്ല. അടുത്ത ഭാഗം അവിടെ പറയുന്നുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരിയുടെ സ്തോത്രം. അപ്പൊ നമ്മെ നിയമിച്ചു, തെരഞ്ഞെടുത്ത് നിയമിക്കുക, വിളിച്ച് തെരഞ്ഞെടുത്ത് നമ്മളെ നിയമിച്ചിരിക്കുക. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മളെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മെ തെരഞ്ഞെടുത്തത്. അവരെങ്ങനെയായിരിക്കണം? വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. 2, നമ്മൾ പുരോഹിതരായിട്ട് കണ്ടിട്ടാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പുരോഹിതരായിട്ട് കണ്ടെടുത്തു. അവരെന്ത് ചെയ്യണം? പെട്ടകം ചുമക്കണം, എന്നും ശുശ്രൂഷിക്കണം. 3, ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഒറ്റ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. കർത്താവിന് ബോധിക്കണം, കർത്താവിൻ്റെ അരികെ വരണം, തന്നോടുകൂടെ ഇരിക്കണം. മിനിമം 3 കാര്യങ്ങളെങ്കിലും ചെയ്യണം. എങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇതിനാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് ഒരു വാചകം കൂടെ വായിച്ച് ഞാനിവിടെ നിർത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഇത്ര ശക്തിയാ വാക്യത്തില്. ചില കാര്യങ്ങൾ പറയാ. നാം ദൈവത്തെ തിരഞ്ഞെടുത്തതൊന്നുമല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത. അതിൽ 3 കാര്യങ്ങൾ പ്രത്യേകം പറയുക. 3 കാര്യങ്ങൾ പറയാ. നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ 3 കാര്യങ്ങൾ പറയുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. എങ്ങനെ ഫലം കായ്ക്കണം? പോയി ഫലം കായ്ക്കണം എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയണമെന്ന് അർത്ഥം. ചിലയിടത്തേക്ക് ദൈവം നിയോഗിച്ചയക്കും. ചിലരുടെ വീടുകളിലൊന്ന് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം തരും. ചിലരെ കാണുമ്പോൾ ഒരു വാക്ക് പറയണമെന്ന് തോന്നും. ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ നാട്ടിലായിരുന്ന സമയത്ത് ടൗണിൽ പോയി പർച്ചേസിനൊക്കെ വേണ്ടി പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഒരു 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. എൻ്റെ മുഖം നോക്കിയപ്പോൾ ഭയങ്കര ദുഃഖഭാവം കണ്ടു. ഭയങ്കര ദുഃഖഭാവം കണ്ടപ്പോൾ
പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഒന്ന് അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാനവരോട് ചോദിച്ചു, എന്ത് പറ്റി, മുഖത്ത് വലിയ ദുഃഖമുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഒരു പരിചയമില്ല കേട്ടോ, ആദ്യം കാണുക. അവനോട് ചോദിച്ചു. അവന് കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചോടുകൂടി അവൻ ആകെ ഇഷ്ടം വന്ന് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കാര്യം പറ, ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്കൊരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, എന്തോ ഒരു വിഷമമുണ്ടെന്ന് പറയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ കൈ ഷർട്ടായിട്ടിരിക്കുന്നത്. അവനെ ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചു, കൈ ഒന്ന് കാണിച്ചു തന്നു. ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞുപോയി. എന്താ കാര്യം എന്നറിയോ? സോറിയാസിസ് വന്നിരിക്കുക, ശരീരം മുഴുവൻ ഈ വ്രണം നിറഞ്ഞ പോലെ അങ്ങ് നിറഞ്ഞിരിക്കുക. ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരീരം മുഴുവൻ ഉണ്ട്, മുഖത്ത് മാത്രം വലിയ കുഴപ്പമില്ല, മുഖത്ത് കുഴപ്പമില്ല. അവൻ പറയാം, എൻ്റെ ജീവിതം പോയി. ഇനി എനിക്കൊരു കല്യാണം ചിന്തിക്കാൻ പറ്റുമോ? ആരെങ്കിലും എൻ്റെ അടുത്ത് വരുമോ? ഇങ്ങനെ മൂടി പൊതച്ച് നടക്കാനേ പറ്റുള്ളൂ. ചില മാസങ്ങളിൽ ഇത് പൊട്ടി വലിച്ച് വലയാതെ വിഷമം വരിക, ഇതിനൊരു പരിഹാരം വരാൻ കഴിയുന്നില്ല, വളരെ ദുഃഖത്തോടെ ഇരിക്കുക. ദൈവം ചിലരുടെ അടുത്തേക്ക് നമ്മെ അയക്കും, ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവർക്കൊരു വിടുതൽ കൊടുക്കാനായിട്ട്, പ്രസാദവർഷം ഒന്ന് പ്രസംഗിക്കുവാൻ വേണ്ടി ദൈവം നിയോഗിക്കുമ്പോൾ പോയി ഫലം കഴിക്കാൻ ദൈവം നമ്മെ അധികാരപ്പെടുത്തിയിരിക്കുക. തെരഞ്ഞെടുത്തതിന് ഉദ്ദേശമുണ്ട്. വെറുതെ തെരഞ്ഞെടുത്തതൊന്നുമല്ല, നിന്നെ വെറുതെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ടെന്നേ, അതുകൂടെ നമ്മളൊന്ന് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പോയി ഫലം കഴിക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. പണ്ട് ഞാൻ പോയി ആളോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ പോരാ, എന്നും അതുപോലെ വേണം. ചിലരെ കാണുമ്പോൾ ചിലരോടൊക്കെ പറയാനായിട്ട് ദൈവം നിയോഗം തരികയും അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കണം. ഞാൻ എൻ്റെ അടുത്ത വാചകമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അതിന് വേണ്ടിയിട്ട് ആക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഒറ്റ കണ്ടീഷൻ കൂടെ അവിടെ പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട്, ആരായി നിങ്ങൾ? കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും നീയും, അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, നമ്മൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ചെയ്തു തരുവാനായിട്ട് തന്നെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെയും വിശ്വാസമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. നമുക്കിത് ഉറപ്പില്ല. അതാ പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ഉറപ്പാക്കുക. ഇത് കർത്താവിന്റെ പ്രോമിസാ. എന്നെ വിളിച്ച വിളിയുടെ ഉദ്ദേശങ്ങൾ ഇത്രയുണ്ട്, എന്നെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശങ്ങൾ ഇത്രയുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാ, നമ്മൾ പിതാവിനോട് അപേക്ഷിക്കുന്നത് ഒക്കെയും, ഒന്ന് പറഞ്ഞേ, ഒക്കെയും നിന്ന് മാത്രം ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഒക്കെയും കർത്താവ് ചെയ്തു തരും. ഒന്ന് പറഞ്ഞേ, ഒക്കെയും കർത്താവ് ചെയ്തു തരും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും കർത്താവ് എനിക്ക് ചെയ്തു തരും. എന്താ അതിന് കാരണം? കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം ധൈര്യമായി പറയാൻ കഴിയും, കർത്താവ് എന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇന്ന് അപേക്ഷിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഇന്ന് ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ദൈവം നമുക്ക് ചെയ്തു തരുമെന്ന് വിശ്വസിച്ചാട്ടെ. ഞാൻ തുടക്കത്തിൽ ദൈവത്തിന്റെ ഒരു ദൂത് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞ ദൈവശബ്ദം, എന്നെ കേൾപ്പിച്ച ദൈവശബ്ദമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഇന്ന് അപേക്ഷിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട്. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ വിളിയിൽ തെരഞ്ഞെടുക്കും അധികം ഉറപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ വചനങ്ങളെ അനുഗ്രഹിക്കും.